മോളെ എന്താ മോളെ, എന്താ പറ്റിയേ? മമ്മി, സ്നേഹമോള്, എന്റെ സ്നേഹമോള്, മോളെ അയാള്. കരയാതെ മോളെ. മമ്മി, എന്റെ സ്നേഹമോള് അവര് കൊല്ലും മമ്മി. മോളെ സ്നേഹമോള് കരയാതെ. എന്നതാ മോളെ, എന്നാ പറ്റി? മോള് സ്വപ്നം കണ്ടതാ. മോളെ കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങി. മോള് കരയല്ലേ? പപ്പ പറഞ്ഞു കേട്ടില്ലേ? മോള് കുരിശ് വരച്ചിട്ട് കിടക്കും. അവിടെ
ശാലിനി, ശ്യാമേട്ട എന്താ ഇവിടെ? ഞാൻ നിന്നെ കാണാൻ വേണ്ടി കാത്തുന്ന. എന്നെ കാണാൻ വേണ്ടിട്ടോ? എന്താ ശ്യാമേട്ട കാര്യം? പ്രത്യേകിച്ച് എന്തെങ്കിലും? ആ, നീ ഒന്ന് വന്നേ. എന്താ ശ്യാമേട്ട? എന്റെ ബസ് ഇപ്പം വരും. അത് സാരില്ല, ഞാൻ കൊണ്ടുവന്നാക്കിയ പോലെ. ശ്യാമേട്ട കാര്യം പറ. മോളുടെ കാര്യം വല്ലതും ആണോ? ആ, അയാളെ പിന്നെ വിളിച്ചിരുന്നോ? വിളിച്ചിരുന്നു. അയാൾക്ക് 10 ലക്ഷം രൂപ കൊടുത്ത മോളെ തരാവുന്ന. 10 ലക്ഷം രൂപയോ? അതെ ശാലു, അയാൾ അങ്ങനെ തീർത്തും പറഞ്ഞു. ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയും കാണുന്നില്ല. 10 ലക്ഷം രൂപ നമ്മൾ എവിടെ നിന്നുണ്ടാക്കാനാ ശ്യാമേട്ട? എനിക്കറിയില്ല ശാലു. എത്ര ശ്രമിച്ചാലും ഒരു 2 രൂപയ്ക്കപ്പുറം എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. പിന്നെ എന്ത് ചെയ്യും? അയാളോട് ഒന്നും കൂടി ഇത് റിക്വസ്റ്റ് ചെയ്ത് നോക്കിയാലോ? നീ എന്താ ഈ പറയുന്നത്? മനുഷ്യത്വം പോലും തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത അയാളോട് ഇനി റിക്വസ്റ്റ് ചെയ്യാൻ അതുകൊണ്ടൊന്നും യാതൊരു കാര്യമില്ല ശാലു. മോളെ രക്ഷിക്കണ്ടേ ശ്യാമേട്ട? വേണം. അതിന് നീ കൂടി ഒന്ന് മനസ്സ് വയ്ക്കണം. ഞാനോ? ശ്യാമേട്ടൻ എന്താ ഈ പറയുന്നേ? ഞാനെങ്ങനെയാ? ശാലു, നിന്റെ പേരിലുള്ള നമ്മുടെ തറവാട് വീടിന്റെ ആധാരം ഉണ്ടല്ലോ, അത് നീ തരണം. അതല്ലാതിപ്പോ ഞാൻ ആലോചിച്ചിട്ട് വേറെ വഴിയൊന്നും കാണുന്നില്ല. എന്റെ ബസ് വന്നു, ഞാൻ പോട്ടെ. തർക്കഭൂമിയോ മുന്നാധാരമൊന്നും അല്ലല്ലോ സാറേ. നല്ലതുപോലെ നോക്കി ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം മതി. അല്ല, അതല്ലല്ലോ, അത്രേ ഉള്ളൂ. സാറിന് എത്രയാ വേണ്ടേ? അത് 8. 8 മതിയോ? തൽക്കാലം അത്ര മതി, പക്ഷെ ഇന്ന് തന്നെ കിട്ടണം. അതെങ്ങനെയാ സാറേ? നാളെയല്ലേ രജിസ്ട്രേഷൻ നടക്കത്തുള്ളൂ. രജിസ്ട്രേഷനോ? അതെ, ഫോർമാലിറ്റീസ് എന്ന് സാറിന് അറിഞ്ഞൂടെ? വീടും വസ്തു എൻ്റെ പേര് എഴുതി വെക്കണം, അതിനൊരു രേഖ ഉണ്ടാക്കണം. ഇപ്പൊ അങ്ങനാ. വക്കീലായിട്ടും സാറിന് ഇതൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഇച്ചിരി പ്രയാസമുണ്ട്. അതിപ്പോ വെറും ഒരു 6 മാസത്തെ കാര്യമല്ലേ ഉള്ളൂ. അതിന് ആധാരം രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമുണ്ടോ? 6 മാസമായാലും 6 ദിവസമായാലും ആധാരം രജിസ്റ്റർ ആക്കാതെ ആരും കാശ് തരില്ല സാറേ. എങ്കിലല്ലേ പണം വാങ്ങുന്ന ആൾക്ക് കുറച്ചെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടാവൂ. ഇല്ലെങ്കിലേ അതങ്ങനെ ഇരുന്നു. ഒടുക്ക പലിശ കയറി നിൽക്കക്കള്ളി ഇല്ലാതാകുമ്പോ വീടും വസ്തുവും ഫൈനാൻസിന്റെ കയ്യിലും ആവും. വെറുതെ പ്രാക്ക് കേൾക്കാൻ വയ്യാത്തോണ്ടാ സാറേ. എന്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാവുമെന്ന് പേടിക്കണ്ട. 6 മാസം എന്ന് പറഞ്ഞെങ്കിലും അതിനു മുമ്പേ താങ്കളുടെ പണവും പലിശയും തന്ന് ആധാരം ഞാൻ തിരിച്ചെടുത്തോളാം. എനിക്കൊരു പേടിയില്ല. അല്ലെങ്കിൽ തന്നെ കൊടുക്കുന്ന പണത്തിന്റെ ഇരട്ടി വില മതിക്കുന്ന പ്രോപ്പർട്ടീസേ ഞാൻ വാങ്ങിക്കാറുള്ളൂ. സാറിന് എനിക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല, ഇത് ഞങ്ങളുടെ അസോസിയേഷന്റെ തീരുമാനമാണ്. ശരി, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. പണം എപ്പോ തരും? രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ആ നിമിഷം. എന്താ പോരെ? ഞാന് നാളെ രാവിലെ വരാം. അല്ല സാറേ, ഒന്ന് ചോദിച്ചോട്ടെ, ഇപ്പോഴെന്താ ഇത്രയും പണത്തിന്റെ ആവശ്യം? പെങ്ങളുടെ കല്യാണമൊക്കെ നേരത്തെ കഴിഞ്ഞാണല്ലോ. എന്ത് പറ്റി സാറേ? കുടുംബത്തിൽ വലിയ പ്രശ്നമുണ്ടോ? ഗിരിസാറ് കാറിന്റെ ബുക്കും പേപ്പറും പണയം വെച്ച് 25,000 രൂപ വാങ്ങിച്ചെങ്കിൽ തക്കതായ കാരണമുണ്ട്. സാറിനിപ്പോ അതിന്റെ ആവശ്യം? നിങ്ങൾ കാര്യങ്ങൾ വേഗം ഒന്ന് സ്പീഡപ്പ് ചെയ്യാൻ നോക്കുക. ഇത് തടയുക. ആന്റിക്ക് വേണ്ട മോളെ, മോള് വയറ് നിറച്ച് കഴിച്ചോ. ആന്റി, അങ്കിൾ എവിടെ പോയിരിക്കാ? ഇന്നെന്നെ ക്ലാരമ്മയുടെ അടുത്ത് കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട് ഇതേവരെ കൊണ്ടുപോയില്ലല്ലോ. അങ്കിൾ വരും മോളെ. എപ്പോഴാ വരിക? എനിക്ക് അമ്മയെ കണ്ടോളം വയ്യ ആന്റി. ആന്റിയുടെ വീട് എവിടെയാ? അങ്ങ് ദൂരെയാ. ഒരുപാട് ദൂരെയാണോ? ആന്റിക്ക് മോളുണ്ടോ? അതെന്താ ആന്റി? സ്നേഹമാൾ
കൊണ്ടുവന്നാണോ? സ്നേഹമോൾ ഉറങ്ങുന്നില്ലേ? എനിക്ക് ഉറക്കം വരുന്നില്ല ആന്റി. ക്ലാരിനയുടെ അടുത്ത് പോയാ മതി. ആന്റി എന്നെ കൊണ്ടുപോവോ ആന്റി? നമുക്ക് അങ്കിള് കാണാതെ പോവാം ആന്റി. ആ, നിങ്ങളിരിക്കെ. ഒരു ഇടപാട് കഴിഞ്ഞ് ഇപ്പൊ വന്ന് കയറിയതേ ഉള്ളൂ. പറയൂ സാർ, എന്താ വേണ്ടേ? നിങ്ങളുടെ പലിശയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അത് പുറത്ത് ബോർഡിൽ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. സോറി, ഞാൻ ശ്രദ്ധിച്ചില്ല. ആ, ഗോൾഡ് ആണോ അതോ പ്രോപ്പർട്ടി ആണോ? രണ്ടുകൊണ്ടൊന്ന് കൂട്ടിക്കോ. രണ്ടായാലും ബാങ്ക് പലിശയിൽ നിന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. 1-1.5 കൂടുതൽ. അതിനപ്പുറം ഞങ്ങളൊന്നും വാങ്ങാറില്ല. വലിയ വലിയ എമൗണ്ടിന്റെ ഡീലിങ്സ് ആവുമ്പോ അതിന്റെ കാര്യമല്ലേ ഉള്ളൂ, അല്ലേ? അതെ അതെ അതെ. അല്ലാതെ വെറുതെ ഈ മെനക്കേടിന് പോകുന്ന എന്തിനാ സാറേ? അത് ശരിയാ. അതുകൊണ്ടാണല്ലോ വീടിന്റെ തിണ്ണയ്ക്ക് ചെറിയൊരു മില്ലിത്രാസുമായിരുന്ന് 1-1.5 ഗ്രാമിന്റെ മൂക്കൂത്തി മോതിരവും ഒക്കെ പണയമെടുത്തിരുന്ന ഗോവിന്ദനാചാര്യയുടെ മോൻ ഇന്ന് ഈ നിലയിലെത്തിയത്, അല്ലേ? സാറിന് അച്ഛനെ അറിയാമോ? തല്ല് കിട്ടുന്ന ചോദ്യമാണല്ലോ താൻ ചോദിച്ചത്. അല്ല, എന്റെ അച്ഛനെ സാറിന് അറിയുമെന്നാ ഞാൻ ചോദിച്ചത്. ആ, അതൊക്കെ പോട്ടെ. ഞാൻ വന്നത് മറ്റൊരു കാര്യത്തിന്. എന്തോന്ന് കാര്യം? ആ അഡ്വക്കേറ്റ് ശ്യാമപ്രസാദുമായി എന്താ ഇടപാട്? സാറ് വന്ന കാര്യം പറയണം, അല്ലാതെ മറ്റു കാര്യം അന്വേഷിക്കേണ്ട ആവശ്യമുണ്ടോ? കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ. എന്ത് കാര്യം? ഇങ്ങനെ ഒരു പൊതുസ്ഥാപനമാകുമ്പോൾ പലരുമായും പല ഇടപാടുകളുണ്ടായി നിൽക്കും. അതിപ്പോ എല്ലാവരോടും പറയേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവരോടും വേണ്ട, പക്ഷെ ചിലരോടൊക്കെ വേണ്ടി വരും. നിങ്ങൾ ആരാണ് മിസ്റ്റർ? അയ്യോ, ആ ഇരി. സാറിത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു. അഡ്വക്കേറ്റ് ശ്യാമപ്രസാദ് എന്തിനാ ഇവിടെ വന്നത്? എന്താ സാർ, വല്ല കുഴപ്പമുണ്ടോ? ചോദിച്ചതിന് മറുപടി പറ. അയാളുടെ സഹോദരന്റെ പേരിലുള്ള വീടും വസ്തുവും ഇവിടെ ഈട് വെച്ച് 8 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് രൂപ കൊടുത്തോ? എല്ലാം ഇടപാടാക്കിയിട്ടുണ്ട് സാർ. അയാൾക്ക് എന്താ ഇപ്പൊ ഇത്ര വലിയ തുകയുടെ ആവശ്യം? ആ, ഞാനത് ചോദിച്ചു സാർ, പക്ഷെ ഒന്നും പറഞ്ഞില്ല. ആ, ഞാനിവിടെ വന്നതും അന്വേഷിച്ചതും ഒന്നും തൽക്കാലം അയാൾ അറിയണ്ട, കേട്ടല്ലോ? ഓ ശരി. ദൈവമേ, പുലിപോലാകുമോ? ചേടാ, ഇവന്മാർക്കൊക്കെ സർക്കാർ യൂണിഫോം തച്ചു കൊടുക്കുന്നത് എന്തിനാ? കാണാനാണോ? അതിട്ടുകൊണ്ട് വന്നിരുന്നെങ്കിൽ വല്ല പാടുണ്ടോ? വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ. ഓ എന്റെ ദൈവമേ. ഹലോ ശ്യാം, എന്താ മിസ്റ്റർ ശ്യാം? കുഞ്ഞിനെ കാണാനില്ലെന്ന പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെ CI ഓഫീസിലൊക്കെ കയറിയിരുന്ന താങ്കളെ ഇപ്പൊ കാണാനില്ലല്ലോ. ജസ്റ്റ് ഒരു ഫോൺ കോൾ പോലും.
അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ലാന്ന് തോന്നി. അതുകൊണ്ട് ആശ്രമവും ഉപേക്ഷിച്ചോ, അതോ വല്ല പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്സിനെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നുണ്ടോ? അതും അല്ലെങ്കിൽ പിന്നെ സ്വയം അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുകയോ മറ്റോ? ഏതായാലും നിങ്ങളുള്ള വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായില്ലേ? കാണാതായത് എന്റെ കുഞ്ഞിനെയല്ലേ, ഞാൻ തന്നെ അവളെ കണ്ടുപിടിച്ചോളാം. കണ്ടുപിടിച്ച് കഴിഞ്ഞല്ലോ, ഇനി കൈമാറ്റം നടന്നാൽ മാത്രം പോരെ. എത്രയാ ഒരു മോചനദ്രവ്യം ആവശ്യപ്പെട്ടിരിക്കുന്നത്? 10 അതോ 15? ഞാൻ പറഞ്ഞില്ലേ മിസ്റ്റർ, എനിക്ക് ഈ കാര്യത്തിൽ നിങ്ങളുടെ ആരുടെ സഹായം ആവശ്യമില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. വേണമെങ്കിൽ ആ പെറ്റീഷൻ ഞാൻ പിൻവലിച്ചേക്കാം. മിസ്റ്റർ ശ്യാം, നിങ്ങളൊരു അഭിഭാഷകനല്ലേ? നിയമത്തിന്റെ പിൻബലമില്ലേ നിങ്ങൾക്ക്? നിങ്ങൾ പിന്നെ ആരെയായി ഭയക്കുന്നത്? ഭയമോ? ഞാൻ ആരെ ഭയക്കാൻ? നിങ്ങൾ എത്ര നന്നായി അഭിനയിച്ചാലും ആർക്കും നിങ്ങളുടെ മുഖത്ത് നിന്നത് വായിച്ചെടുക്കാൻ കഴിയും ശ്യാം. അത് നിങ്ങളുടെ കാഴ്ചപ്പാടിന്റെ കുഴപ്പമാണ്. പോലീസ് ലിസ്റ്റിലല്ലേ നിങ്ങളെല്ലാം നോക്കിക്കാണും. അത് പലപ്പോഴും സത്യത്തിലേക്കുള്ള നേർക്കാഴ്ചയാണെന്നുള്ള കാര്യം തെളിയിക്കപ്പെടാറുണ്ടല്ലോ. സോറി, എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. പൊയ്ക്കോളൂ. പക്ഷേ താങ്കൾ എപ്പോഴും ഞങ്ങളുടെ നിരീക്ഷണ വലയത്തിലാണെന്നുള്ള കാര്യം മറക്കണ്ട. ശ്യാമപ്രസാദിന്റെ സഹോദരിയുടെ പേരിലുള്ള തറവാട്ട് വീടും പറമ്പും ദേവി ഫൈനാൻസിയേഴ്സിൽ വെച്ച് 8 ലക്ഷം രൂപ അയാൾ വാങ്ങിക്കഴിഞ്ഞു. ശരിക്കും ഡോക്യുമെന്റ് രജിസ്ട്രേഷനാണ് നടത്തിയിരിക്കുന്നത്. യെസ്, ഏകദേശം 50 ലക്ഷത്തിന് മുകളിൽ വില വരുന്ന ആ പ്രോപ്പർട്ടീസ് ഇത്ര നിസ്സാരമായ തുകയ്ക്ക് വേണ്ടി അയാൾ രജിസ്ട്രേഷൻ നടത്താൻ പോലും തയ്യാറായിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ നമ്മൾ സംശയിക്കുന്ന പോലെ തന്നെയാണ്. കൂടാതെ ബാങ്കിൽ നിന്ന് 2 ലക്ഷം രൂപ വേറെയും വിഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ വേറൊന്നും സംശയിക്കാനില്ല, സംഗതി അത് തന്നെ. കഴിഞ്ഞില്ല സർ, ക്ലാരയുടെ ഹസ്ബൻഡ് മൈക്കിളും SBTയിൽ നിന്ന് 2 ലക്ഷം രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഈ 2 എമൗണ്ട് സെയിം ആണല്ലോ. അങ്ങനെ വരുമ്പോൾ 2 കൂട്ടരുടെ എയിമും ഒന്ന് തന്നെയാവണം. അതെങ്ങനെ ശരിയാവും? കുട്ടിയെ ആർക്കെങ്കിലും ഒരാൾക്കല്ലേ വിട്ടുകൊടുക്കാൻ പറ്റൂ? അവിടെ ആയിരിക്കും കിഡ്നാപ്പറുടെ ഗെയിം. ഒരുപക്ഷെ ഈ 2 കൂട്ടരും കബളിപ്പിക്കപ്പെട്ടേക്കാം. യെസ്, അങ്ങനെയാണെങ്കിൽ കുട്ടി അയാളുടെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ടെന്നുള്ളതിന് എന്താ ഉറപ്പ്? കുട്ടി മിസ്സായ സാഹചര്യം മുതലാക്കി അങ്ങനെ ഒരാൾ കളിക്കുകയാണെങ്കിലോ? ആക്ച്വലി കുട്ടിക്ക് സംഭവിച്ചിരിക്കുന്നത് മറ്റെന്തെങ്കിലും ആണെങ്കിലോ? ശരിയാണ്. അപ്പോ ഇവരെ എയിം ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല എന്ന് കരുതി അവഗണിക്കാനും പാടില്ല. സത്യം എന്താണെന്ന് ആർക്കും അറിയില്ലല്ലോ. പിന്നെ ആ ജയയുടെ മേലിലൊരു കണ്ണു വേണം. സ്കൂളിലെ ആ സ്ത്രീയെ ഒന്നുകൂടി ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. 1 വർഷത്തോളം ആയി സാറേ ഞാൻ ആ സ്കൂളിൽ ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ട്. ശമ്പളം എത്ര രൂപ കിട്ടും? തുടക്കത്തിൽ 750 രൂപ കിട്ടുമായിരുന്നു. ഇപ്പൊ 1000 രൂപയായി സാറേ. അതുകൊണ്ട് എന്താവാനാ?